ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്നു ഇന്ദിരാഗാന്ധി അഥവാ ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ കമല നെഹ്റുവിൻ്റെയും ഏക മകൾ. 1917 നവംബർ 19 അലഹാബാദിലാണ് ഇന്ദിര ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ സ്വതന്ത്ര സമര രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ഇന്ദിരാഗാന്ധി. 1950 തൻ്റെ പിതാവിൻ്റെ മരണത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 1976-77 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രി എന്ന സ്ഥാനവും ഇന്ദിരക്കു തന്നെ. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശ പെരുമാറ്റത്തിൻ്റെയും പ്രതീകമായിരുന്നു ഇന്ദിര. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഫിറോസ് ഗാന്ധിയെ വിവാഹം ചെയ്തു. പിന്നീട് രാജ്യത്തിൻ്റെ മറ്റൊരു പ്രധാനമന്ത്രിയായത് ഇവരുടെ മകനായ രാജീവ് ഗാന്ധിയാണ്. 1971 ഈ ഉരുക്കു വനിതയ്ക്ക് രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താൻ BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ മേരി ക്യൂറിയെയും എലിസബത്ത് രാജ്ഞിയെയും മദർ തെരേസയെയും പിന്തള്ളി ഒന്നാമതെത്തിയത് ഇന്ത്യയുടെ ഒരേയൊരു വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. മരണശേഷം ബംഗ്ലാദേശ് ഫ്രീഡം ഹോണർ എന്ന പുരസ്കാരവും ലഭിച്ചു. 1984 ഒക്ടോബർ 31 സിഖ് വംശജരായ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് അവർ മൃതിയടഞ്ഞു. അവരുടെ സമാധിസ്ഥലം ശക്തിസ്ഥൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം അഥവാ രാഷ്ട്രീയ സങ്കല്പ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധി എന്ന ഈ ഉരുക്കു വനിത എല്ലാ വനിതകൾക്കും ഒരു മാതൃകയാണ്.